ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ചും അതിൻ്റെ ക്യാപിറ്റലിനെ കുറിച്ചും ചെറിയൊരു ഹിസ്റ്ററിയൊക്കെയാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ നോക്കുന്നത് നാഷണലൈസേഷൻ, മാനേജ്മെൻറ്റ്, ലോക്കൽ ബോർഡ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നാഷണലൈസേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ദ പബ്ലിക് ഒപ്പീനിയൻ വാസ് സ്ട്രോങ്ലി ഇൻ ഫേവർ ഓഫ് നാഷണലൈസേഷൻ ഓഫ് ദി റിസർവ് ബാങ്ക്. സ്വാതന്ത്ര്യത്തിന് ശേഷം റിസർവ് ബാങ്ക് നാഷണലൈസ് ചെയ്യണം എന്നുള്ള ഒരു അഭിപ്രായം വളരെയധികം ഉയർന്നു വന്നിരുന്നു. കോൺസിക്വൻ്റ്ലി ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ട്രാൻസ്ഫർ ടു പബ്ലിക് ഓണർഷിപ്പ് ആക്ട് വാസ് പാസ്ഡ് ഇൻ 1948. അതിൻ്റെ ഫലമായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു? പബ്ലിക് ഓണർഷിപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ ഒരു ആക്ട് വരുന്നത് 1948 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ് ചെയ്യുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ട്രാൻസ്ഫർ ടു പബ്ലിക് ഓണർഷിപ്പ് ആക്ട് വരുന്നത് 1948. ദ എൻ്റയർ ഷെയർ ക്യാപിറ്റൽ ഓഫ് ദി ബാങ്ക് വാസ് അക്യൂർഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് എഗെയിൻസ്റ്റ് കോമ്പൻസേഷൻ ടു ഷെയർ ഹോൾഡേഴ്സ്. നേരത്തെ RBIയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇനിഷ്യൽ ക്യാപിറ്റൽ 5 കോടിയാണ്. അതിൽ ആരൊക്കെ ഷെയർ ഹോൾഡേഴ്സ്, പ്രൈവറ്റ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കോൺട്രിബ്യൂഷനും ഉണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷനും ഉണ്ട്. അപ്പോൾ ഇത് നാഷണലൈസ് ചെയ്യുന്ന സമയത്ത് പ്രൈവറ്റ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അതിനെന്ത് ചെയ്തു? കോമ്പൻസേഷൻ കൊടുത്തു. 118.10 പെർ ഷെയർ, ഓരോ ഷെയറിന് 118 രൂപ വെച്ചിട്ട് കോമ്പൻസേഷൻ ഗവൺമെൻറ് കൊടുത്തുകൊണ്ട് ഫുള്ളായിട്ട് അത് ഗവൺമെൻറ്റിൻ്റേതായിട്ട് മാറി. From 1st January 1949, it began to function as a government-owned institution. അപ്പോൾ ഗവൺമെൻറ് ഓൺഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് മാറുന്നത്, അതായത് RBI നാഷണലൈസ് ചെയ്തത് എന്ന് ചോദിച്ചാൽ 1949 ജനുവരി 1. അതാണ് ആൻസർ. ഇനി നമ്മൾ മാനേജ്മെൻറ്റിലേക്ക് വരികയാണ്. The management of Reserve Bank of India is vested with the Central Board of Directors comprising of 20 members. ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അതിൽ 20 മെമ്പേഴ്സാണ് ഉള്ളത്. ബാക്കി ഈ 20 മെമ്പേഴ്സ് ആരൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. ഒരാൾ ഗവർണർ, റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസാണ് ഇപ്പോഴത്തേത്. അപ്പോൾ ഒരാൾ ഗവർണറാണ്. പിന്നെ 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ് അപ്പോയിൻറ്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്ത 4 ഡെപ്യൂട്ടി ഗവർണർമാർ കാണും. പിന്നെ 4 ഡയറക്ടേഴ്സ് നോമിനേറ്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്, 1 ഫ്രം ഈച്ച് ഓഫ് ദി ലോക്കൽ ബോർഡ്. RBIയുടെ ലോക്കൽ ബോർഡുകളിൽ നിന്നും സെലക്ട് ചെയ്ത 4 ഡയറക്ടേഴ്സ്. സെൻട്രൽ ഗവൺമെൻറ്റാണ് ഇവരെ നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പം ഓരോ ലോക്കൽ ബോർഡിൽ നിന്നും ഓരോരുത്തരെ വെച്ചിട്ട് അങ്ങനെ 4 ഡയറക്ടേഴ്സ്. പിന്നെയോ 10 ഡയറക്ടേഴ്സ് നോമിനേറ്റഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്. പിന്നെ സെൻട്രൽ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന 10 ഡയറക്ടേഴ്സ്. ദെൻ സെൻട്രൽ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ഒഫീഷ്യൽ. ഇങ്ങനെയാണ് 20 മെമ്പേഴ്സ് വരുന്നത്. ദെൻ ദ ഗവർണർ ആൻഡ് ഡെപ്യൂട്ടി ഗവർണേഴ്സ് hold office for 5 years and are eligible for reappointment. But government and deputy directors hold office for 5 years. അപ്പോൾ ഇവർ എത്ര വർഷമാണ് ഇവരുടെ ടേം എന്ന് ചോദിച്ചാൽ 5 വർഷമാണ്, 5 ഇയേഴ്സാണ്. അപ്പോൾ ഗവർണർ, RBI ഗവർണറുടെ കാലാവധി, ഡെപ്യൂട്ടി ഗവർണേഴ്സിൻ്റെ കാലാവധി ചോദിച്ചാൽ 5 വർഷമാണ്, 5 ഇയേഴ്സാണ്, 5 വർഷമാണ്. ആൻഡ് ആർ എലിജിബിൾ ഫോർ, പിന്നെ അവർക്ക് എന്ത് ചെയ്യുക, അവരെ തന്നെ അപ്പോയിൻറ്റ് ചെയ്യാനും അവർ എലിജിബിൾ ആണ്. ദേ ആർ ഫുൾ ടൈം ഓഫീസേഴ്സ് ഓഫ് ദി ബാങ്ക്. ബാങ്കിൻ്റെ ഫുൾ ടൈം ഓഫീസേഴ്സാണ് ഇവർ. ദ 10 ഡയറക്ടേഴ്സ് നോമിനേറ്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ഹോൾഡ് ഓഫീസ് ഫോർ 4 ഇയേഴ്സ്. നമ്മൾ മാനേജ്മെൻറ്റിൽ 10 പേരെ സെൻട്രൽ ഗവൺമെൻറ്റാണ് നോമിനേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അവരുടെ കാലാവധി എന്ന് പറയുന്നത് 4 വർഷമാണ്. ദെൻ പിന്നെയോ ദ ടേം ഓഫ് 4 ഡയറക്ടേഴ്സ് അപ്പോയിൻറ്റഡ് ഫ്രം ലോക്കൽ ബോർഡ്. ലോക്കൽ ബോർഡിൽ നിന്ന് അപ്പോയിൻറ്റ് ചെയ്യുന്ന 4 ഡയറക്ടേഴ്സിൻ്റെ റിലേറ്റഡ് ടു ദെയർ മെമ്പർഷിപ്പ് ഇൻ ദ ലോക്കൽ ബോർഡ്. അത് അവരുടെ ലോക്കൽ ബോർഡിൻ്റെ മെമ്പർഷിപ്പുമായിട്ട് റിലേറ്റഡ് ആണ്.
അപ്പോൾ നമ്മൾ ടേമുകൾ പറഞ്ഞത് ഗവർണറിൻ്റെയും ഡെപ്യൂട്ടി ഗവർണറിൻ്റെയും 5 വർഷം, പിന്നെ 10 ഡയറക്ടേഴ്സിനെ സെൻട്രൽ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു, അവരുടെ കാലാവധി 4 വർഷമാണ്. പിന്നീട് 4 ഡയറക്ടേഴ്സിനെ ലോക്കൽ ബോർഡിൽ നിന്ന് അപ്പോയിൻറ്റ് ചെയ്യും, അവരുടെ മെമ്പർഷിപ്പ് ലോക്കൽ ബോർഡിലെ മെമ്പർഷിപ്പ് അനുസരിച്ചിട്ടായിരിക്കും അവരുടെ കാലാവധി വരുന്നത്. The governor is the chief executive of the bank and the chairman of the board of directors. അപ്പോൾ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ചെയർമാൻ അല്ലെങ്കിൽ ബാങ്കിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഗവർണറാണ്. He has the powers of general superintendent to direct the affairs and the business of the bank. ബാങ്കിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന പവറുള്ള അധികാരിയാണ് ഗവർണർ എന്ന് പറയുന്നത്. ഇൻ ദി ആബ്സെൻസ് ഓഫ് ദി ഗവർണർ, ഗവർണറിൻ്റെ ആബ്സെൻസിൽ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് ഡെപ്യൂട്ടി ഗവർണറാണ്. ദ സെൻട്രൽ ബോർഡ് മസ്റ്റ് മീറ്റ് അറ്റ്ലീസ്റ്റ് 6 times in a year and not less than once in a quarter. അപ്പോൾ ഈ സെൻട്രൽ ബോർഡ് വർഷത്തിൽ അറ്റ്ലീസ്റ്റ് 6 times 6 തവണയെങ്കിലും മീറ്റിംഗ് കൂടണം. ആൻഡ് നോട്ട് ലെസ് ദാൻ വൺസ് ഇൻ ക്വാർട്ടറിൽ ഒന്നിൽ കുറയാതെയും മീറ്റിംഗ് കൂടേണ്ടതാണ്. ഇനി പറയുന്നത് ലോക്കൽ ബോർഡിനെ കുറിച്ചിട്ടാണ്. ഫോർ ഈച്ച് ഓഫ് ദി റീജിയണൽ ഏരിയാസ് ഓഫ് ദി കൺട്രി, നമ്മുടെ രാജ്യത്ത് ഓരോ റീജിയണൽ ഏരിയാസിലും, അതായത് വെസ്റ്റേൺ, ഈസ്റ്റേൺ, നോർത്തേൺ, സൗത്ത് ഏരിയ, അങ്ങനെ ലോക്കൽ ബോർഡുകളുണ്ട്. ഹെഡ് ക്വാർട്ടർ വരുന്നത്, അതായത് വെസ്റ്റേണിൽ എവിടെയാണ്, വെസ്റ്റേണിൻ്റെ ഹെഡ് ക്വാർട്ടർ മുംബൈ, ഈസ്റ്റേണിൽ കൊൽക്കത്ത, നോർത്തേണിൽ ചെന്നൈ, സദേൺ ഏരിയയിൽ ന്യൂഡൽഹി, ഇങ്ങനെയാണ് വരുന്നത്. ദ ലോക്കൽ ബോർഡ്സ് കൺസിസ്റ്റ് ഓഫ് 5 members അപ്പോയിൻറ്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ ഈ ലോക്കൽ ബോർഡിൽ 5 members വരുന്നത്, അത് സെൻട്രൽ ഗവൺമെൻറ്റാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര 4 എണ്ണമാണുള്ളത്: വെസ്റ്റേൺ, ഈസ്റ്റേൺ, നോർത്തേൺ, സദേൺ ഏരിയ. വെസ്റ്റേണിൽ മുംബൈ, ഈസ്റ്റേൺ കൊൽക്കത്ത, നോർത്തേൺ ചെന്നൈ, സദേണിൽ ന്യൂഡൽഹി. ഇതാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടർ വരുന്നത്. 5 members ഓരോ ലോക്കൽ ബോർഡിലും മെമ്പേഴ്സായിട്ടുള്ളത്. ദ മെമ്പേഴ്സ് ഷുഡ് റെപ്രസെൻറ്റ് ആസ് ഫാർ എ പോസിബിൾ ടെറിട്ടോറിയൽ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് കോഓപ്പറേറ്റീവ് ആൻഡ് ഇൻഡിജീനിയസ് ബാങ്ക്സ്. ഇവരുടെ കാലാവധിയും 4 വർഷമാണ്. റീ അപ്പോയിൻമെൻറ്റിന് ഇവരും എലിജിബിലിറ്റി ഉണ്ട്. ദെൻ ഈ ബോർഡിൻ്റെ ഫങ്ഷൻസ് ആണ് പറയുന്നത്. അഡ്വൈസിങ് ദ സെൻട്രൽ ബോർഡ് ഓൺ സച്ച് മാറ്റേഴ്സ് ആസ് മേ ബി റിഫേർഡ് ടു ദം, അതായത് സെൻട്രൽ ബോർഡിന് ആവശ്യമായിട്ടുള്ള അഡ്വൈസസുകൾ പ്രൊവൈഡ് ചെയ്യുക. പെർഫോമിങ് അതർ ഡ്യൂട്ടീസ് ഡെലിഗേറ്റഡ് ബൈ ദ സെൻട്രൽ ബോർഡ് ഫ്രം ടൈം ടു ടൈം, അതായത് ഓരോ സമയത്തും സെൻട്രൽ ബോർഡിന് കൊടുക്കാനുള്ള ഡ്യൂട്ടീസുകൾ പെർഫോം ചെയ്യുക. The board has delegated some of its functions to a committee called a Committee of the Central Bank. ഇപ്പോൾ ഈ ബോർഡ്, അതായത് ചില ഫങ്ഷൻസ് ഒരു കമ്മിറ്റിക്ക് ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ആ കമ്മിറ്റിയാണ് കമ്മിറ്റി ഓഫ് ദി സെൻട്രൽ ബോർഡ്. ഇതിൻ്റെ അകത്ത് ഗവർണറുണ്ട്, ഡെപ്യൂട്ടി ഗവർണർമാരുണ്ട്, ദെൻ ഡയറക്ടേഴ്സൊക്കെ ഉണ്ട്. ഇത്രയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ പറഞ്ഞത് RBI കുറിച്ചും അതിൻ്റെ ചെറിയൊരു ഹിസ്റ്ററി, ക്യാപിറ്റൽ, നാഷണലൈസേഷൻ, മാനേജ്മെൻറ്റ്, ലോക്കൽ ബോർഡ്, ഇത്രയൊക്കെയാണ് നമ്മളിന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.